ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒറിജിനൽ കേരള. ആ ഫസ്റ്റ് ഷേപ്പില്ലേ, അത് കാണാൻ തന്നെ എന്ത് ക്യൂട്ടാ നോക്കിയേ. ക്ലീൻ ആണ് ഷേപ്പ് വേണ്ടി അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ? 2008 മോഡല്. അടുത്തതാ ടൊയോട്ടയുടെ ടൈസർ. ഫ്രോങ്സ് എന്നാ വായിൽ വരുന്നത്. മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് സെയിം വാഹനം തന്നെയാണ് രണ്ടും. ഇത് ടൊയോട്ടയുടെ ടൈസറാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഒരു വാഹനം. യൂസ്ഡില് ഫ്രോങ്സ് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല. ഇത് സെക്കൻഡ് ഓപ്ഷൻ. സെഡ് ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് എത്ര കൊടുക്കാം? 21 മോഡൽ ഓൾഡ് ഷേപ്പ് ആണ്. 2018 മോഡൽ 200 ഡീസൽ ഓപ്ഷൻ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ പുറകിൽ ബെൻസ് കണ്ടോ? 2 ബെൻസ് നേരത്തേക്കുന്ന ബെൻസ് മാത്രമല്ല എല്ലാം ഉണ്ട്. എല്ലാ സെഗ്മെന്റും കിട്ടുന്ന ഷോറൂമാണ് കാസ്റ്റോറി. കോഴിക്കോട് ജില്ലയിൽ ഇരിങ്ങാടൻപള്ളിയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഷെറുബായാണ് നമ്മുടെ കൂടെ. സ്വാഗതം. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നല്ല മോഡൽ കൂടിയ വണ്ടികളാണ് എല്ലാം. എന്താ പറയുക, സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ കുറവ് തന്നെ ആയിരിക്കും അല്ലേ? കേരള വണ്ടികളാണ്. റീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ തീരെ? റയർ കേസിൽ വരാറുണ്ട്, എക്സ്ചേഞ്ച് അങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വരാറുണ്ട്. മാക്സിമം നമ്മൾ ചെയ്യുന്നത് കേരള വണ്ടികൾ തന്നെയാണ്. നല്ല അടിപൊളി പ്രീമിയം കാറുകളുണ്ട്, ചെറുവണ്ടികളുണ്ട്. അപ്പോൾ കണ്ടുനോക്കാം. ഇത് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് ഇരിങ്ങാടൻപള്ളി എന്ന് പറയുമ്പോൾ, ഇരിങ്ങാടൻപള്ളി സിഗ്നൽ കഴിഞ്ഞ് വയനാട് റോഡിലേക്ക് പോകുമ്പോൾ സിഗ്നൽ കഴിഞ്ഞ് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ വന്നാൽ റൈറ്റ് സൈഡിലാണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര കാലം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്കാർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഷെറുബായ്, മൊത്തത്തിൽ എങ്ങനെയുണ്ട്? കഴിഞ്ഞ വീഡിയോസിനൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ആണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു 2 മാസമായി തോന്നുന്നു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് റെസ്പോൺസിന്റെ കൂടെ എടുത്തു പറയാനുള്ളത്, കമന്റ് നമ്മൾ കാണാറുണ്ട്. നമ്മളെ അതെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കമന്റ്സിനും നമ്മൾ റിപ്ലൈ ചെയ്തിട്ടില്ല. കമന്റുകളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. നമുക്ക് വരുന്ന ഫീഡ്ബാക്ക് ആണല്ലോ കസ്റ്റമർ സൈഡിൽ നിന്ന് വരുന്നത്. ഈ കമന്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നമുക്കൊരു റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേരള വണ്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ വരുന്ന വണ്ടിയുടെ ഇതിൽ വെച്ചിട്ട് തന്നെ മോഡലും ഓണർഷിപ്പും കിലോമീറ്ററും ഒക്കെ ആ സെയിം ആ ഒരു ഇതിൽ വെച്ചിട്ട് വേണം നമ്മളെ വണ്ടിയും നിങ്ങൾ വിലയിരുത്താൻ എന്നുള്ളതിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ കമന്റ് പറയുന്നത് പോലെ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് മോഡൽ കൂടിയ വണ്ടികളാകുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേരള വണ്ടികളിലേക്ക് വില. പക്ഷേ ചില ആൾക്കാർ കേരള വണ്ടിക്കായിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? അതെ, എന്തായാലും യൂസ്ഡ് വേണമെന്നുള്ളവർ പ്രീമിയം ക്ലാസ്സിലാണ് പറഞ്ഞത്, അല്ലാണ്ട് ചെറുവണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടാൽ ഉപകാരമാവും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എല്ലാവർക്കും ഉപകാരമാവട്ടെ. അതെ, ആവട്ടെ. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ വാഹനം ഹോണ്ട സിറ്റിയാണ്. എന്താ പറയുക, ഒരു അടിപൊളി സെഡാൻ വണ്ടി അല്ലേ? ഓക്കെ, സെഡാൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെന്നൊരു വണ്ടിയാണ്. സെഡാൻ എന്ന് പറയുമ്പം അതുപോലെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പണ്ട് മുതലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൻ്റെ പല ജനറേഷൻ വാഹനം വന്നിട്ടുണ്ട്. ഹോണ്ട സിറ്റി എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് മാത്രമല്ല, വളരെ കുറഞ്ഞ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ, ലോ മെയിൻ്റനൻസ്, നമുക്ക് യാത്രാസുഖം, വണ്ടിയുടെ സ്മൂത്ത്നെസ് എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി ഓപ്ഷനാണ് ഹോണ്ട സിറ്റി. അതെ, ഓക്കെ. ഇത് KL 49 ആലത്തൂർ രജിസ്ട്രേഷനാണ്, പാലക്കാട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? 2021 ആണ്. ഓക്കെ, 21 മോഡൽ വരുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. ഓക്കെ, 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. 4 വർഷം കൊണ്ട് ലോ കിലോമീറ്റർ ആണ്. 28,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ZX ആണ്. ZX ഓട്ടോമാറ്റിക് ഓപ്ഷനാണ്. CVT ആണ്, ഗിയർ ബോക്സ് ആണ് വരുന്നത്. അടിപൊളി സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും. ഫുൾ ലോഡഡ് ഓപ്ഷൻ. എയർ ബാഗ്, 6 എയർ ബാഗ് ഉണ്ടാവും. സൺറൂഫ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. പുഷ് ബട്ടൺ എല്ലാം ഫുൾ ലോഡ് ഓപ്ഷൻ. ഏറ്റവും ന്യൂ ഷേപ്പ്. ഇപ്പം കറന്റ്ലി ഉള്ള ഷേപ്പാണ് ഇപ്പോഴത്തെ ഷേപ്പാണ്. 2021 മോഡൽ, വെറും 28,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്, ZX ഓട്ടോമാറ്റിക് CVT സിറ്റി. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 12,80,000. 12,80,000 കൊണ്ടുപോകും. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഒരു 10-18 ലക്ഷം ഇല്ലേ? 18-19 ഏകദേശം വരുന്നുണ്ട് പ്രൈസ്. നോക്കുകയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 18-19 അറൗണ്ട് 18-19 വരുന്നുണ്ട്. അതെ. അപ്പോൾ ഒരു അടിപൊളി സിറ്റി, ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ പറഞ്ഞാൽ? നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ഒരു പുത്തൻ വണ്ടി ഇറക്കുന്ന സെയിം ഫീൽഡിൽ ഡെലിവറി എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഒരു വണ്ടിയാണ്. വണ്ടി ഓണർഷിപ്പ് മാറി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ
28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 മോഡലാണ്. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റായിട്ടുള്ള നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ. സിറ്റിക്ക് മൈലേജ് ഒരു 11 മുതൽ ഒരു ലോങ്ങിലൊക്കെ പോകുമ്പോൾ 15 ആ റേഞ്ച്, 15ന്റെ മുകളിലൊക്കെ ഏകദേശം ലോങ്ങിലൊക്കെ നോക്കി ഓടിക്കണം. സിറ്റി നല്ല രീതിയിൽ ഒരു എക്കോ ആ ഒരു ഇതിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 50-60 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഓപ്ഷൻ തന്നെയാണ്. ഒരു 15 കിലോമീറ്റർ പ്ലസ് 15+ ഹൈവേയിൽ പ്രതീക്ഷിക്കാം. സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു 13 കിലോമീറ്റർ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മളെ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളിലൊക്കെ ഒരു പോവാണെങ്കിൽ ഒരു 15+ എന്തായാലും മൈലേജ് ഉണ്ടാവും. ഓക്കെ. ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് കണ്ടാൽ ഇറക്കാവും, ബാക്കി ലോൺ ചെറിയ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട്. നേരത്തെ നിങ്ങളൊരു പെട്രോൾ ഓട്ടോമാറ്റിക് സെഡാൻ കണ്ടു. അപ്പോൾ ഓട്ടോമാറ്റിക് വേണ്ട, എനിക്കൊരു സെഡാൻ പെട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. ടൊയോട്ടയുടെ മാനുവൽ ഓപ്ഷനാണ്, യാരിസ് ആണ്, മാനുവൽ ഓപ്ഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറഞ്ഞൊരു വണ്ടി, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലെ ആൾക്കാർക്ക് നല്ല സുപരിചിതമായ ഒരു വണ്ടിയായിരിക്കും. ടൊയോട്ടയുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിലും അങ്ങനെ തന്നെ ഇപ്പം ആർക്കും കൂടുതൽ ടൊയോട്ടനെ കുറിച്ചിട്ട് ഒരു ടെൻഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഈ ടൊയോട്ടനെന്നല്ല, ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും വാഹനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് അപ്ഗ്രേഡഡ്, എല്ലാവർക്കും ഒരു നോളജ് ഉള്ള ആളുകൾ തന്നെയാണ് കൂടുതലും ഭൂരിഭാഗം ആളുകളുള്ളത്. പിന്നെ നിങ്ങളെ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് ഒരുവിധപ്പെട്ട എല്ലാ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും കസ്റ്റമർക്ക് ഇപ്പം ബൈഹാത്തായ ഒരു സ്ഥിതിയാണ്. അതെ, തീർച്ചയായും. ഇതെങ്ങനെ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2019 മോഡല് G മാനുവൽ. 19 G ആണ്. അതെ, യാരിസ് 2019 G മാനുവൽ പെട്രോൾ ഓപ്ഷൻ ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത്. 19,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ കിലോമീറ്റർ, ലോ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. വണ്ടി നീറ്റ് ആയിട്ടുള്ള വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. ഇതിന്റെ അലോയ്സ് അഡീഷണൽ ചെയ്തതാണ്. അലോയ് മാറിയിട്ടുണ്ട്, അലോയ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതാണ്. അലോയ്സ് ഇതിൽ വരില്ല, ഈ ഓപ്ഷനിൽ വരില്ല ജിയിൽ. ഇപ്പം നമ്മൾ ഹോണ്ട സിറ്റി ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇതിൽ സൺറൂഫ് ഒഴിച്ചിട്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സും വരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, എയർ ബാഗ് 2 വരും. അതെ, മറ്റേ ടോപ്പ് എൻഡ് ആണ്, 6 എയർ ബാഗ്. ഓക്കെ. ഇതിന് യാരിസിന് പൊതുവെ മൈലേജ് എത്ര കിട്ടാറുണ്ട് പെട്രോളിൽ? 1.5 ആണ് എഞ്ചിൻ വരുന്നത്. 1.5 പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. സെയിം ഹോണ്ട 1.5 അല്ലേ? 1.5 തന്നെയാണ്. ഇത് മാനുവൽ ആകുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും, കുറച്ചും കൂടെ ഒരു മൈലേജിൽ ഉണ്ടാവും. എന്തായാലും ഒരു 15 കിലോമീറ്റർ മൈലേജ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. എത്രയാണ് പോകും നിങ്ങളുടെ ചോദ്യം? എത്രയാണ്? 6,60,000. 6,60,000 2019 വണ്ടി, വളരെ ലോ കിലോമീറ്റർ ഓടി. എത്രയാണ്? 19,000 കിലോമീറ്റർ മാത്രം ഓടിയ 2019 മോഡലും വരുന്ന സിംഗിൾ ഓണർ യാരിസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒരു എന്താ പറയുക, സ്വിഫ്റ്റിന്റെ ഒക്കെ വിലക്ക് നിങ്ങൾക്കൊരു സെഡാൻ കാറ്റഗറി കുറച്ചുകൂടെ സേഫ്റ്റിയും എല്ലാം വരുന്ന വാഹനം. ഓക്കെ, നിങ്ങൾക്ക് കൊണ്ടുപോകാം ചെറിയൊരു വിലക്ക്. അത്യാവശ്യം നല്ല ട്രാക്കും നല്ല സിവിൽ സ്കോർ ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഫണ്ട് ചെയ്തിട്ട് വളരെ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലും 2 സെഡാൻ കാറ്റഗറി കണ്ടു. ഇനി നമുക്കൊരു പ്രീമിയം ഹാച്ച് ബാക്ക് കാണാം. ഫോക്സ് വാഗൺ പോളോ ആണ്. ഒരു പ്രത്യേക വികാരമുള്ളൊരു കാറാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പോഴും ആ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്ന പോളോന്റെ ഓടിക്കാൻ ഫണ്ണായിട്ടുള്ള ഒരു ഓപ്ഷനാണ്, നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതെ, പോളോ GT ആണ്. ഈ ഒരു കാറ്റഗറി വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് റോഡ് പോകുന്ന കണ്ട ഒരു പ്രത്യേക ഇതിന്റെ ഡ്രൈവ് ചെയ്യാൻ കിട്ടുന്ന ഒരു രസം വേറെ തന്നെയാണ്. ഇപ്പം പോളോ അറിയുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി GT സെഗ്മെന്റ് അറിയുന്നവർക്ക് GT ആണല്ലേ? GT ആണ്. GT 1 ലിറ്റർ ആണ്. 1 ലിറ്റർ GT ആണ്. ഓക്കെ. ടർബോ എഞ്ചിൻ, 1 ലിറ്റർ ടർബോ വരുന്നത്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2020 ആണ്. 20 മോഡലാണ്. കിലോമീറ്റർ എത്രയായി? 50,000 കിലോമീറ്റർ. 50,000. ഓണർഷിപ്പ് സിംഗിൾ? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? 2020. ഓക്കെ. 2020 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 50,000 കിലോമീറ്റർ ആണ് നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത്. ആലപ്പുഴ രജിസ്ട്രേഷൻ ആണ്. KL04 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 9,60,000. 960. 20 മോഡൽ 1 ലിറ്റർ ടർബോ GT ആണ്. ഓക്കെ. ഇതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചാൽ ഈ ലിവ ഇങ്ങനത്തെ പോളോ GT ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു പിടുത്തം കിട്ടാത്ത മാർക്കറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി അനുസരിച്ചിട്ടാണ്, വണ്ടിയുടെ കിലോമീറ്ററും വണ്ടിയുടെ ക്വാളിറ്റിയും ഡിപ്പെൻഡ് ആയിട്ട് ചെറിയ ഒരു വേരിയേഷൻ പ്രൈസിൽ ഉണ്ടാവും. പക്ഷെ വലിയ കൂടുതൽ പ്രൈസ് ആയിട്ട് ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട് ഓർമ്മ ഉണ്ടോ?
12 സംതിങ് ആണ് എൻ്റെ ഓർമ്മ, അതാ ചോദിച്ചത്. ഇത് നിർത്തിയപ്പം ഇതിന് മാർക്കറ്റ് കൂടി എന്ന് വേണം പറയാൻ. പോളോ ആണെങ്കിലും ഇപ്പം ടൊയോട്ടൻ്റെ ലിവ ഡീസൽ ഓപ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഡിമാൻഡും ആളുകൾക്ക് ഉള്ള എൻക്വയറി കൂടിയിട്ടുണ്ട്. വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല അല്ലേ. എന്നിട്ട് ചെറിയ ടച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ബമ്പർ കോർണർ ടച്ച് ചെയ്ത് കൊടുക്കാം, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മേജർ ഒന്നുമില്ല, പക്ക വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു 8-8.5 ലോൺ കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒന്നും ചെയ്ത് കൊടുക്കാം. ഒരു 9 ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 9 ലക്ഷം വരെയും കിട്ടും അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് നമ്മൾ ഇൻട്രോയിൽ കാണിച്ച ആ വണ്ടി തന്നെയാണ്, C220D മെഴ്സിഡസ് ബെൻസ്. കോഴിക്കോട്ടുകാരാണ്, കൊടുവള്ളിക്കാരൻ, KL 57 രജിസ്ട്രേഷൻ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? C220 C എഡിഷൻ ആണ് വരുന്നത്, വേരിയന്റ് C എഡിഷൻ ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. ഓക്കെ, 2018 മോഡലാണ് വാഹനം വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, 65,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ്സ് വരുന്ന വണ്ടിയാണ്. 65,000 കിലോമീറ്റർ സർവീസ്. അതെ, 65,000 കിലോമീറ്ററിന്റെ സർവീസ് ഇപ്പം റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മളിന്ന് ഈ വാഹനം എടുക്കുന്ന കസ്റ്റമറിന് നെക്സ്റ്റ് 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ട് മാത്രം സർവീസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ചെയ്താൽ മതി. ഓക്കെ, സർവീസ് കഴിഞ്ഞിട്ടാണ് ഇപ്പം വണ്ടി ഉള്ളത്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് എടുക്കാം, ഓടിക്കാം. അത്രേ ഉള്ളൂ. ഡീസൽ അടിക്കാം. ടയർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, വണ്ടിക്ക് ക്ലെയിമോ റീപ്ലേസോ ഒന്നുമില്ല. ഇതിന് ബ്രിഡ്ജ് വേല് കോഴിക്കോട് സൈഡിലുള്ള ആളുകളാണെങ്കിൽ ബ്രിഡ്ജ് വേല് പോയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഹിസ്റ്ററി കിട്ടും. ഓക്കെ, ഇതിന് മൈലേജ് എത്ര കിട്ടും? C220 എങ്ങനെ ആയാലും ഒരു 15+ എന്തായാലും കിട്ടും. ഹൈവേയിൽ അതിന് കൂടുതൽ കിട്ടും. നമ്മളൊരു ഏകദേശം ഒരു മൈലേജ് ആണ് പറയുന്നത്. അത്യാവശ്യം മൈലേജ് ഉള്ള സെഗ്മെന്റ് ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത്. അത്യാവശ്യം ഈ സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത മൈലേജ് വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയാലും ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 18 അല്ലെങ്കിൽ 18+ ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇതിന്റെ സർവീസ് കോസ്റ്റ് ഇപ്പൊ കമ്പനി തന്നെയാണെന്ന് പറഞ്ഞു മൊത്തം ഒരു ജനറൽ സർവീസ് ആണെങ്കിൽ ജനറൽ സർവീസ് ഇയർലി നമുക്കൊരു ആവറേജ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 40,000-45,000 റുപ്പീസ് ഏകദേശം നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, ജനറൽ സർവീസ് മാത്രമാണ് പറഞ്ഞത്. ജനറൽ സർവീസ് വരുമ്പോൾ ഡിപ്പെൻസ് സർവീസിന്റെ നമ്മൾ എന്താണോ ആ സമയത്ത് ചെയ്യുന്നത്. ആവറേജ് കോസ്റ്റ് അത്ര വരും. ഏകദേശം ഒരു 40,000 നമ്മൾ കാണണം ഷോറൂം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇതിനിപ്പോൾ വാറണ്ടി എക്സ്റ്റൻഡ് അങ്ങനത്തെ നിലവിൽ ഒന്നുമില്ലല്ലോ? ഇല്ല, ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഓക്കെ, അപ്പോൾ എത്ര ഇപ്പോൾ നിങ്ങളുടെ ആസ്കിങ്? നമ്മൾ 33.50 33.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 33.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു C220D 2018 65,000 അല്ലേ പറഞ്ഞ കിലോമീറ്റർ? 65,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ അല്ലേ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ്ഡ് ആണ്. ഇവിടെ ബ്രിഡ്ജ് വേ കൊണ്ടുപോയിട്ട് ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. തീർച്ചയായും. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ? ലോൺ എങ്ങനെ നമ്മൾ മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ ചെയ്യാൻ പറ്റും. ലോൺ എപ്പോഴും നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്, കസ്റ്റമറുടെ ഒരു ട്രാക്കും അവരുടെ ഒരു സിബിലും കാര്യങ്ങളൊക്കെ ബേസ്ഡ് ആയിരിക്കും. എന്നാലും നമുക്ക് നല്ലൊരു ട്രാക്കൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇതേ സാധനം നിങ്ങൾ വണ്ടി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 20 ലക്ഷത്തിനൊക്കെ ഉണ്ടാവും. തീർച്ചയായും അത് അതിൻ്റെതായ മാർക്കറ്റാണ്. കേരള വണ്ടിൻ്റെ മാർക്കറ്റായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ 20നും ഈ ഒരു മോഡല് ഉണ്ടാവാൻ സാധ്യത പ്രയാസമായിരിക്കും. അങ്ങോട്ടേക്ക് മാറി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. മാറി വരുമ്പോഴത്തേക്ക് പിന്നെ ടാക്സും അഡീഷണൽ ഒക്കെ വരും. ഓക്കെ, അപ്പോൾ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഈ ഒരു കിലോമീറ്റർ ഓടിയിട്ടുള്ള കേരള വണ്ടിയുടെ പ്രൈസ് കമ്പയർ ചെയ്തോട്ടെ. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തത് ഒരു സ്പോർട്ടി മോഡ് സാധനമാണ്, CLA 200 അല്ലേ? നന്നായിട്ട് ഇതുണ്ടായിരുന്ന ഒരു സമയത്ത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷനാണ്. തീർച്ചയായും. പോണ്ടിച്ചേരിയാ ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാ? CLA 200 ഡീസൽ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2018 മോഡലാണ്. 18 തന്നെയാണ് മോഡൽ വരുന്നത്. 65,000 കിലോമീറ്റർ ആണ് നിലവിൽ വണ്ടി ഓടിയിട്ടുള്ളത്. ഇതും നമുക്ക് കംപ്ലീറ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്പോർട്ടി ഡിസൈൻ വരുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ പോണ്ടിച്ചേരി അതായത് മാഹി രജിസ്ട്രേഷനുള്ളവരാണെങ്കിൽ അഡീഷണൽ ടാക്സ് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. PY ഒക്കെ നമുക്ക് കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് PYയിൽ തന്നെ നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് അല്ല, ഏജന്റ് ത്രൂ ആണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്ഷനും നമുക്ക് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലോണും കിട്ടും, നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന വാഹനത്തിന് നമുക്ക് ലോൺ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ അങ്ങനെ ഡൽഹി പോലെ ഒന്നും നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. അതെ, വണ്ടിയായിരിക്കും അല്ലേ? ഓക്കെ,
അപ്പോൾ ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. 2018 65,000 കിലോമീറ്റർ ഓടിയ കിലോമീറ്റർ ഓടിയിട്ടില്ല CLA 200 സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിൻ്റെ മൈലേജ് എത്ര ഉണ്ടാവും? ഇതും സെയിം പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സി ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ ഇതും 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. സെയിം മൈലേജ് തന്നെ, ഓൾമോസ്റ്റ് സെയിം മൈലേജ് തന്നെ കിട്ടുന്ന ഒരു വണ്ടി. എങ്ങനെയായാലും നമുക്ക് ഹൈവേയിലൊക്കെ ഒരു എക്കണോമി റേഞ്ചിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 18+ മൈലേജ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. സിറ്റി യൂസിലാണെന്നുണ്ടെങ്കിലും എന്തായാലും ഒരു 15-16 കിലോമീറ്റർ മൈലേജ് കിട്ടും. സിറ്റി യൂസിൽ ലോങ് മെയിൻ്റെനൻസ് ആണ്. സാധാരണ പെട്രോൾ വണ്ടിക്ക് പോലും അത്ര മൈലേജ് കിട്ടില്ല. അതെ അല്ലേ? സാധാരണ വണ്ടികൾക്ക് പോലും അത്ര മൈലേജ് കിട്ടില്ല. ഈ സി ക്ലാസ് ആണെങ്കിലും CLA ആണെങ്കിലും ഇതൊക്കെ നമുക്ക് വളരെ മെയിൻ്റെനൻസ് കുറവ് വരുന്ന ഒരു സെഗ്മെന്റ് വണ്ടിയാണ്. ഇപ്പോൾ പ്രീമിയം ഓപ്ഷനിൽ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ വാഹനം കൊണ്ടടക്കുന്ന പോലെ തന്നെ ഒരു എക്സ്പെൻസേ വരുള്ളൂ. പിന്നെ നമുക്കൊരു ബ്രാൻഡിൻ്റെ ഒരു മെഴ്സിഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതായിട്ടുള്ള സ്പെയറിൻ്റെ പ്രൈസിംഗ് മാറ്റങ്ങൾ മാത്രമേ വരൂ. പക്ഷേ സിന്ന് ഇയിലേക്ക് പോകുമ്പോൾ ഒരു വൻ വ്യത്യാസം വരും, ചെറിയ മാറ്റങ്ങൾ വരും. എസ്പെഷ്യലി ന്യൂ ഷേപ്പിലേക്കൊക്കെ പോകുമ്പോൾ നല്ല മാറ്റം വരും. ഇതിൻ്റെ പ്രൈസ് എത്ര? 20.5 ലക്ഷം രൂപ. 20,50,000 രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇവിടെ, അല്ലേ? നമുക്ക് NOC എടുത്തു കൊടുക്കാം. NOCയിൽ ഈ പറയുന്ന പ്രൈസ് ഫൈനലാണോ അതോ നമുക്ക് ചെയ്തു കൊടുക്കാം? കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമ്മൾ ഈ വണ്ടി എന്നല്ല എല്ലാ വണ്ടിയും നമ്മളടുത്തേക്ക് വരുന്ന കസ്റ്റമർ എല്ലാവരും നമ്മൾ ഹാപ്പി ആക്കി മടക്കി അയക്കാനാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാറ്. അതിൽ നമുക്കൊണ്ട് പറ്റുന്ന മാക്സിമം അതിൽ ആ ഒരു വണ്ടിയിൽ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ നമ്മൾ തീർച്ചയായിട്ടും നമ്മളടുത്തേക്ക് വരുന്ന ഏത് കസ്റ്റമർക്കും നമ്മളത് മാക്സിമം ചെയ്തു കൊടുക്കും. അതെ. അടുത്ത വണ്ടി വീണ്ടും മെഴ്സിഡസ് ബെൻസ് തന്നെയാണ്. GLA 220D അല്ലേ? GLA 220 ഡീസൽ വാഹനം തന്നെ. നമ്മൾ നേരത്തെ സി ക്ലാസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം സെയിം എഞ്ചിൻ തന്നെയാണ് തോന്നുന്നു അല്ലേ? അതെ. മൈലേജും എല്ലാം സെയിം തന്നെ കിട്ടും. ഓൾമോസ്റ്റ് സെയിം. പിന്നെ വണ്ടിയുടെ വെയിറ്റിൻ്റെ അനുസരിച്ചിട്ടുള്ള ചെറിയ മാറ്റം വരുന്നുള്ളൂ. എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ക്ലാസ് ആണെങ്കിലും GLA ആണെങ്കിലും ഒക്കെ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ്. രണ്ടും 2000 സംതിങ് cc 2200 സംതിങ് cc ഏകദേശം വരുന്ന എഞ്ചിനാണ്. സി ക്ലാസ് ആണെങ്കിലും ഇതാണെങ്കിലും വരുന്നത്. ഇപ്പം ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ GLCയിൽ വരുന്നത് GLCയിലും സി ക്ലാസ്സിലും എല്ലാം വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 220 ആണ് വരുന്നത്. GLA 220. 200 ഇത് തന്നെയാണ് വരുന്നത്. 200 ചെറിയ മാറ്റം ഉണ്ട്. അത് കുറച്ചും കൂടി മൈലേജ് ഉണ്ടാവും, ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ മോഡലൊക്കെ? 2022 ആണ് വണ്ടിയുടെ മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 3 വർഷം കൊണ്ട് നോർമലോട്ടേ പോയിട്ടുള്ളൂ അല്ലേ? 5-ാം മാസമാണ് കറക്റ്റ്. ഏകദേശം 3 വർഷം ആവാനായി. 3 വർഷമായി. ഓക്കെ. വാറണ്ടി എക്സ്റ്റൻഷൻ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാ ഇപ്പോൾ 5-ാം മാസമാണ്. അതെ, ഇപ്പോൾ ചെയ്യാം. ഇപ്പോൾ വേണേൽ ചെയ്യാം. 30-ാം തീയതി വരെ സമയമുണ്ട്. ഇത് പേപ്പറിലാണ്. നാളെ ഇപ്പോൾ May 1 അല്ലേ? അതെ, May 1. ഓക്കെ. അപ്പോൾ ബാക്കി ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഇല്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ ഓട്ടോ എത്രയാണ്? 23,000 കിലോമീറ്റർ. 23 കിലോമീറ്റർ. ഓക്കെ. രണ്ട് സർവീസ്. അപ്പം 1000 കിലോമീറ്റർ, 10,000, 20,000 3 സർവീസേ ആയിട്ടുള്ളൂ അല്ലേ? കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു 15,000 കഴിഞ്ഞിട്ട് 15,000 കിലോമീറ്റർ 35 ചെയ്താൽ 35 ചെയ്താൽ. ഓക്കെ. ഇപ്പോൾ 23 ആയിട്ടേ ഉള്ളൂ അല്ലേ? അല്ല, 30,000 ചെയ്യണം അല്ലേ? അതെ, 30 ചെയ്യണം. ഒരു 7,000 കിലോമീറ്റർ സർവീസ് ചെയ്യണം. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ? 44.5 ലക്ഷം രൂപ. 44,50,000. KL 57 വണ്ടിയാണ്. കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോടിന്റെ സബാർട്ടിയോ കൊടുവള്ളി. സിംഗിൾ ഓണർഷിപ്പ്. 23,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ പുതിയ പ്രൈസ് ആണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയാ? 77 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. അന്ന് എത്ര ഉണ്ടായിരുന്നു? 22-ൽ ഏതാണ്ട് വലിയ പ്രൈസിന് മാറ്റങ്ങൾ അത്ര തന്നെ ഉണ്ടല്ലേ? ചെറിയൊരു വേരിയേഷൻ മാത്രം. ടാക്സിന് ഡിഫറൻസ് ഒക്കെ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും വലിയ മാറ്റം പ്രൈസിൽ വന്നിട്ടില്ല, മാറാൻ മാത്രമില്ല. ഓക്കെ. ഇപ്പോൾ പറഞ്ഞത് 44.5 ലക്ഷം രൂപ നമ്മൾ 44,50. 2022 വണ്ടി. 22. ഒരു 90% ലോൺ കിട്ടുമോ? മാക്സിമം ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് ടൊയോട്ടയുടെ ടൈസർ ഫ്രോങ്സ് എന്നാണ് വായിൽ വരുന്നത്. മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് സെയിം വാഹനം തന്നെയാണ് രണ്ടും. ഇത് ടൊയോട്ടയുടെ ടൈസറാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഒരു വാഹനം. യൂസ്റ്റിൽ ഫ്രോങ്സ് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ടൈസർ V വേരിയൻ്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. 1 ലിറ്റർ ടർബോ ആണ്, ഓട്ടോമാറ്റിക്. ടർബോ 1 ലിറ്റർ. ഓക്കെ. ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടി? 10,000 കിലോമീറ്റർ ഓടി. ഏതാ മോഡൽ വരുന്നത്? 2024.
2024 2024 ഒരു 8 മാസം 8-ാം മാസം അല്ല വരുന്നത്. ഓക്കെ, 8-ാം മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 വർഷം ആവാനായിട്ടേ 3 മാസം ബാക്കിയാണ് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി. അതെ, ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. ഒരു കമ്പനിയിൽ വരുന്ന കുറച്ച് ആഡ് ഓൺസ് ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തതാണ്. കമ്പനി തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എടുത്തു പറയത്തക്കുള്ള അങ്ങനത്തെ ചില്ലറ ആയിട്ടുള്ള ആക്സസറീസ് വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടിയാണ്. അതെ, ഫുൾ ഓർഡർ ഓപ്ഷൻ ആണ്. പിന്നെ മൈലേജ് എത്ര ഉണ്ടാവും ഇതിന്? 1 ലിറ്റർ ഒരു 15 കിലോമീറ്ററിന് മുകളിൽ 15-16 ഏകദേശം. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ ടർബോ ആണ്. പവർ ഉണ്ടാവും. അത് പഠിക്കണം. പവറും ലാഗും ഒന്നും കുറയും. കാരണം വെച്ചാൽ AMT ഉള്ളി ഇതിന്റെ AMT വരുന്നുണ്ട്. ടോർക്ക് കൺവെർട്ടർ വരുന്നുണ്ട്. ഇത് ടോർക്ക് കൺവെർട്ടർ ആണ്. ഡ്രൈവിംഗ് സ്മൂത്ത് ആയിരിക്കും, കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. ഗിയർ ഷിഫ്റ്റിംഗിന്റെ ലാഗിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോ റീസെന്റ് 10,000 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞേക്കാണ്. അതെ, ഇനി വാറണ്ടി അണ്ടർ വാറണ്ടി ആണ്. അണ്ടർ വാറണ്ടി എന്ന് പറയുമ്പോൾ 27 വരെ വാറണ്ടി വരുന്നുണ്ട്. ഇനി നമ്മളേന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 20,000 സർവീസ് ചെയ്താൽ മതി. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പെട്രോൾ ഓടിക്കുക. ഇപ്പൊ അത് മൈലേജും കിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, ടയർസിന്റെ ഭാഗം ഒന്നും നോക്കാനില്ല. 10,000 കിലോമീറ്റർ ഓടി. പുതിയ വണ്ടിയുടെ പ്രൈസ് ഏകദേശം വരുന്ന ഒരു 16 ലാക്ക് പ്രൈസ്, 16 പ്ലസ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മോഡൽ അല്ല, ഈ ഒരു മോഡൽ വരുന്നത്. പുതിയ വണ്ടികൾ ആകെ മാസങ്ങളുടെ വഴക്കേ ഉള്ളൂ. ഓക്കെ, അതെ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എത്ര കൊടുക്കാം? 13,60,000. 13,60,000 അല്ലേ? ഓക്കെ ഓക്കെ. പ്രൈസ് 60 ആണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും. ഓക്കെ, ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒറിജിനൽ കേരള. ആ ഫസ്റ്റ് ഷേപ്പില്ലേ, ആ കാണാൻ തന്നെ എന്ത് ക്യൂട്ടാ നോക്കിയേ. ക്ലീൻ ആണ് ഷേപ്പ് വണ്ടി അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ? 2008 മോഡല് വി ആണ് വേരിയന്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ, വി 7 സീറ്റർ വരുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. 187 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെന്യൂൻ പറയാൻ പറ്റുമോ നമുക്ക്? ജെന്യൂൻ കിലോമീറ്റർ, ഷോറൂം ഹിസ്റ്ററി നോക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ഗ്ലാസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ കംപ്ലീറ്റ് നീറ്റ് ആട്ടോ. ഇന്റീരിയർ 2008 എൻ്റെ ഒരു ഇതിൽ ഇത്ര ഒരു ക്ലീൻ ആയിട്ടുള്ള വണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഒറിജിനൽ ഷേപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഇന്റീരിയർ നോക്കാം, ഓരോരോ ഗ്ലാസ് നോക്കാം. സത്യം പറഞ്ഞ ഈ ഷേപ്പിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴും മനസ്സിലായി. ക്ലീൻ വണ്ടി. ഇത് നമ്മൾ പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ശരി, പോളിഷൊക്കെ ഒന്നും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. വണ്ടി നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഈ 28 വരെ പേപ്പർ ഉണ്ടാവും. പേപ്പർ ഉണ്ടാവും, അതെ. ഫുൾ പേപ്പർ ഫിറ്റ് ആണ്. 28 വരെയുള്ള. ഇനി നിങ്ങൾ 3 വർഷത്തേക്കൊന്നും നോക്കണ്ട. അങ്ങനത്തെ വണ്ടി. ക്ലെയിം റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഓണർഷിപ്പ് എത്രയുള്ള? ഫസ്റ്റ് സിംഗിൾ ഓണർ ആണ്. 1,87,000 കിലോമീറ്റർ. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം, ഇതിന്റെ ജെന്യൂൻ കിലോമീറ്റർ ആണോ, എന്തൊക്കെയാണ്, ഇതിന് ക്ലെയിം ഉണ്ടോ, എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇത് എന്നല്ല, നമ്മുടെ കയ്യിലുള്ള ഏത് വണ്ടിയും നിങ്ങൾക്ക് ഏത് ഷോറൂമിലും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. ഓരോരോ ബ്രാൻഡിന്റെ ഷോറൂമിൽ പോയി അതിന്റെ സർവീസ് ഹിസ്റ്ററി എടുത്ത് ആ വണ്ടിന്റെ ക്വാളിറ്റി എന്താണ്, ആ വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അപാകതകളുണ്ടോ എന്നുള്ളത് കൊണ്ടുപോയിട്ട് കസ്റ്റമർ ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നതിന് ശേഷം മാത്രം ഫൈനൽ ചെയ്താണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാൻ നമുക്ക്? 4,80,000 നമ്മൾ ചോദിക്കുന്നത്. വി ഓപ്ഷൻ 2008 28 വരെ 2028 വരെ പേപ്പറുള്ള ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് 187. ഓക്കെ, അപ്പോൾ ലോണ് ചാൻസ് ഇല്ല, പഴയ മോഡലായതുകൊണ്ട് ഒരു ചാൻസും ഇല്ല. 487 റെഡി ക്യാഷിന് നല്ലൊരു അടിപൊളി ഇന്നോവ. സ്വിഫ്റ്റിന്റെ പോലും കാശ് വരുന്നില്ല. 7 സീറ്റർ വണ്ടി, ഒരു ഫാമിലി യൂസ് വണ്ടി എടുത്തോട്ട് പോകാം. ഓക്കെ, അത്രേ ഉള്ളൂ. താല്പര്യം ഓടിച്ചോളൂ. അമ്മാതിരി ക്വാളിറ്റി കേട്ടോ. ഇന്ത്യൻ റെക്സ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഇതാ ഒരു ഇന്നോവ ക്രിസ്റ്റ വന്നു. KL 57 കൊടുവള്ളി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. കേരള വണ്ടി തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? G4 മാനുവൽ. ഓക്കെ, G4 മാനുവൽ ഡീസൽ ഓപ്ഷൻ ആണ്. 2020 ആണ് മോഡൽ വരുന്നത്. 2020 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, 29 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. കുറഞ്ഞ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, കേരള വണ്ടി G4 2020, 29,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഓക്കെ, ഒരു ക്ലെയിമും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ ഒന്നുമില്ല. നീറ്റ് ക്രിസ്റ്റൽ. അതെ, എത്ര കൊടുക്കാം? 19,25,000.
19.4 ലക്ഷം രൂപയ്ക്ക് ചോദിക്കുന്നത് 20 എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കും. നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്, വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. ലോണ് ഒരു 18 ലക്ഷം ഒക്കെ വരുമോ ഇതിൽ? നമുക്കൊരു 10-17 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ലോൺ ചെയ്ത് 17 വരെ ചെയ്തു അല്ല. ഓക്കെ, അപ്പോൾ ഒരു കേരള ക്രിസ്റ്റ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. G4 മാനുവൽ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത ക്രിസ്റ്റയാണ്. ഇതിവിടെ രജിസ്ട്രേഷൻ വരുന്നത് KL 23 അല്ലേ? 23 കരുനാഗപ്പള്ളി. അതെ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡൽ വരുന്ന Z ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വരുന്ന ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ, 2021 കേരള വണ്ടിയാണ്. കേരള വണ്ടി, അതെ. ഓക്കെ, ബാക്കി ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എത്രയുണ്ട്? 56,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, അതും വലിയൊരു സംഭവമൊന്നുമല്ല, അതും വലിയൊരു ഓട്ടം ഒന്നല്ല. തീർച്ചയായിട്ടും കിലോമീറ്റർ ഒന്നുമല്ല. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് Z ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് എത്ര കൊടുക്കാം? 21 മോഡൽ. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? 29 ലക്ഷം രൂപ നമ്മൾ ചോദിക്കും. 29 Z ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് 2021 മോഡൽ 56,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ, ഒരു 20 അല്ലെങ്കിൽ ഒരു 19 ലാഖൊക്കെ ലോൺ കയറും? നമ്മൾ അതിലും കൂടുതൽ ചെയ്ത് കൊടുക്കാം. അതിൽ മേലെ കിട്ടും, ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. 22 ഉണ്ട്, സെയിം വൈറ്റ് വണ്ടി. 22 Z ഓട്ടോമാറ്റിക് വണ്ടി കാണാൻ സെയിം ഇത് കാണുന്നത് പോലെ തന്നെ അത്രയും നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. 22 മോഡലാണ്. Z ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ, അതത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 30 ലക്ഷം രൂപ. അതിന് 30, ഇതിന് 29. അതെ, ചെറിയ കിലോമീറ്ററിലുള്ള മാറ്റം, ഒരു വർഷത്തിന്റെ മാറ്റം വരുന്നുണ്ട് ആ വണ്ടിക്ക്. അതിനാണ് 30. ഇത് രണ്ടും Z തന്നെയാണ്. Z ഓട്ടോമാറ്റിക് വൈറ്റ് വണ്ടി, കേരള വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി. ഇതാ ഒരു പ്രീമിയം കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് അടുത്തത്. റേഞ്ച് റോവർ ഇവോക്ക് ആണ്. ഒരു സ്റ്റൈലിഷ് കോമ്പാക്ട് SUV അല്ലേ? അതെ. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സെഗ്മെന്റ് അല്ലേ ഇത്? ഇവിടെ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ അധിക വീഡിയോസിൽ ഇത് കാണിക്കാറുണ്ട്, ഈ ഒരു സെഗ്മെന്റ് അല്ലേ? ഈ സെഗ്മെന്റ് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇപ്പം നമ്മളിൽ ഇതിന് മുന്നേ 2 വണ്ടി ഉണ്ടായിരുന്നു, അത് സെയിലായി. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മളത് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, പല കളറിൽ റെഡ്, എല്ലാം റെഡും പിന്നെ ഈ സെയിം കളർ തന്നെ വേറെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? PY രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. പോണ്ടിച്ചേരിയാണ്. 2018 മോഡൽ HSC ഡൈനാമിക് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വരുന്നത് ഇവോക്കിലുള്ള. അതെ, 95,000 കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ് വണ്ടിയുടെ. ഓണർഷിപ്പ് എത്രയല്ലേ ഇപ്പോൾ ഉള്ളത്? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, പോണ്ടിച്ചേരിയാണ്. നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, വേറെ ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ നല്ല അടിപൊളി ടയേഴ്സ്. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം, നമ്മളതിൽ വണ്ടി എത്തിയതിന് ശേഷം വണ്ടി ടയർ മാറിയതിന് ശേഷം ഓടിയിട്ടില്ല. പുത്തൻ ടയറാണ്. 4 ടയറും പുത്തൻ ടയറാണ്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 32 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. NOC 32 lakhs 2018 HSC ഡൈനാമിക് ഏറ്റവും ടോപ്പ് എൻഡ് 95,000 കിലോമീറ്റർ ഓടിയ. അപ്പോൾ വണ്ടിയുടെ നമ്മൾ അന്ന് ഇറങ്ങിയ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞു. അന്നത്തെ വില വെച്ച് നോക്കുന്നുണ്ട്. അറൗണ്ട് എനിക്ക് തോന്നുന്നു 80+ വന്നിട്ടുണ്ട്. അന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്ത് പ്രൈസ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറിയല്ലേ ലോൺ? അല്ലാണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം. PY രജിസ്ട്രേഷനിൽ തന്നെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിനൊക്കെ? മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. 2018 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വണ്ടിൻ്റെ വാല്യൂഷൻ എടുത്തിട്ട് നമ്മൾ മാക്സിമം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രൈസ് നമ്മൾ പറഞ്ഞോ? 32 ലക്ഷം രൂപ ചോദിക്കുന്നത്. എങ്ങനെയാലും ഒരു 10-25 ലക്ഷം രൂപയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫണ്ടിങ് ചെയ്യാം. 25 വരെ ഫണ്ടിങ് കിട്ടും. 32 ലക്ഷമാണ് ചോദ്യം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതാ ഒരു റെഡ് കളർ മെഴ്സിഡസ് ബെൻസ് GLA 200D അല്ലേ? നേരത്തെ 220 കണ്ടു, ഇപ്പൊ 200D ആണ്. ഓൾഡ് ഷേപ്പ് ആണ്. 2018 മോഡൽ 200 ഡീസൽ ഓപ്ഷൻ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വാഹനം ഉള്ളത്. 72,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 72 പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അല്ലാണ്ട് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, കേരള വണ്ടിയാണ്. ഇതൊരു ടോപ്പൻ ആണല്ലോ? ടോപ്പനാണ്. സ്പോർട്ടാണ് വേരിയന്റ് വരുന്നത്. സ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഒരു നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടി ഒരു മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണിത്. സെയിം ഇത് എല്ലാം വരുന്നത് ചെറിയ മാറ്റങ്ങൾ വരുന്നത്. ഇത് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ചെറിയ CCയിൽ ചെറിയ കാര്യങ്ങളുള്ള വരുന്നേ ഉള്ളൂ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നും ഒരു ക്ലെയിമും ഇല്ല. ഇതിപ്പോൾ നമ്മൾ എത്ര കൊടുക്കാൻ വെച്ചാൽ? 26 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്.
കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള. 26,50,000 രൂപ, 2018, 76,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്, സ്പോട്ടാണ് ഓപ്ഷൻ വരുന്നത്. ഒരു 18 റേഞ്ചൊക്കെ ലോങ്ങിൽ മൈലേജ് കിട്ടുന്നൊരു തീർച്ചയായിട്ടും അതിന് മുകളിൽ കിട്ടുമ്പം ഇത് നമുക്ക് ഈ ഒരു വണ്ടി വരുന്ന സമയത്ത് ഇതിൻ്റെ കസ്റ്റമർ ക്രൂയിസ് യൂസ് ചെയ്തിട്ട് ഹൈവേയിൽ ഓടിച്ചതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, പുള്ളിക്ക് ഇത് ലോങ് ഹൈവേയിൽ ആ ഒരു ക്രൂയിസ് ഇട്ടിട്ട് ഓടിച്ചിട്ട് 24.5 കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വീഡിയോ. കുറേ ദൂരം കാണിച്ചിട്ടുണ്ടോ? അത്യാവശ്യം കാണിച്ചിട്ടുണ്ട്. അതെ, എങ്ങനെയായാലും ഒരു 10, 18, 20 കിലോമീറ്റർ മൈലേജ് നമുക്ക് ഗ്യാരണ്ടി കിട്ടും, ലോങ്ങിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്ത മെഴ്സിഡസ് ബെൻസിന്റെ ബി ക്ലാസ് ആണ്, B180 അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? B180 പെട്രോൾ ഓപ്ഷനാണ്. ശരി, പെട്രോൾ ഓപ്ഷൻ 2013 മോഡൽ വണ്ടിയാണ്. ഓക്കെ, 80,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡാണ്. ഓണർഷിപ്പ് തേർഡ്. കേരള വണ്ടിയാണ്, KL07 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് ഉണ്ടോ? സർവീസ് ഫുള്ളായിട്ടില്ല, എന്നാലും സർവീസ് ഓൾമോസ്റ്റ് ഉണ്ട്. എന്തായാലും ലാസ്റ്റിലെ 2 സർവീസ് പുറത്തുനിന്നാണ്. ഫിസിക്കലി നിങ്ങളെ ചെക്കിങ്ങിലെല്ലാം ഓക്കെ അല്ലേ? മേജർ ഒന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഓക്കെ, പെട്രോളിൽ ഇതിന് എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇതിന് 13 ലോങ്, 12-13 ലോങ് ഏറ്റവും ലോങ്. അങ്ങനെയാണ് ബേസ് ഒരു 8-9 ആ റേഞ്ച് കണ്ടാൽ മതി. അല്ല, ഇവിടെ തന്നെ ഒരു 11-12 റേഞ്ചിൽ ഏകദേശം ഇവിടെ കിട്ടുന്നുണ്ട് അല്ല? 11-12. ഓക്കെ, ആ ഒരു ഇതിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2013 മോഡലാണ്. എത്ര കൊടുക്കാത് കേരള വണ്ടി? 8,25,000 നമ്മൾ ചോദിക്കുന്നത്. 8.5 ലക്ഷം രൂപയ്ക്ക് ഒരു B180 കൊണ്ടുപോകാം. ലോൺ കയറും അതിൽ? ലോണ് 2 വർഷത്തേക്കൊക്കെ കിട്ടും. ഓക്കെ, നോക്കാമല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനവും ഒരു ഹെവി ഐറ്റമാണ്. Audi Q7 ആണ്. അതെ, 7 സീറ്റർ അല്ലേ? 7 സീറ്റർ. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? Audi Q7 ടെക്നോപാക്ക് ആണ്. ടെക്നോപാക്ക് എന്ന് പറഞ്ഞാൽ? ടെക്നോപാക്ക് വേരിയന്റ്. അതാണ് വേരിയന്റ്. തൊട്ട് താഴെ വരുന്നത്, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത്. അതെ, ടെക്നോളജിയുടെ തൊട്ട് താഴെ വരുന്നത്. ഓക്കെ, ടെക്നോപാക്ക്. ഓക്കെ, 2015-16 രജിസ്ട്രേഷൻ. ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ വ്യത്യാസം വരുന്ന കാര്യം? ചെറിയ മാറ്റം വരുന്നുള്ളൂ. ചെറിയ മാറ്റമുള്ളൂ അല്ലേ? 15 മോഡലും 16 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. കേരള ഒറിജിനൽ കേരള വണ്ടിയാണ്. KL07 രജിസ്ട്രേഷൻ ആണ്. ഇത് CBU അന്ന് ആ സമയത്ത് ഇമ്പോർട്ട് വന്നിട്ടുള്ള വണ്ടിയാണ്. CBU വന്നിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ. ഓക്കെ, KL7 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. 83,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പക്ക ഹിസ്റ്ററി ഉള്ളതാണ്. ഫുൾ ഷോറൂം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി നമുക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ, ഓക്കെ. Q7 ആണ്, ഒരു ഹെവി ഐറ്റം ആണ്. സോഫ്റ്റ് ആണ്, സ്മൂത്ത് ആണ്. Q7 നമ്മൾ ഓടിക്കും. വണ്ടി ഇത്ര ഒരു ഹെവി, ഇത്ര വലിയൊരു വണ്ടിയുടെ അകത്ത് നമ്മൾ കയറി ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്ര വലിയൊരു വണ്ടി ഓടിക്കുന്ന യാതൊരു വിധ ഫീലും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പുറത്തുനിന്ന് കാണുന്ന ഈ ഒരു ഭീകരത ഒന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും വണ്ടി. അപ്പോൾ ഇതിനിപ്പോൾ എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? 31 ലാഖാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 31 ലക്ഷം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയോ? അന്നിറങ്ങുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു 70+ വന്നിട്ടുണ്ട് വണ്ടി. 70+. അതെ, ഓക്കെ. എക്സാക്ട് എമൗണ്ട് ഓർമ്മയില്ല. ഇപ്പം 31 അല്ല? അതെ, 31 ലക്ഷം. ഒറിജിനൽ കേരള, 15 മോഡൽ, 16 രജിസ്ട്രേഷൻ വരുന്ന, ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഓക്കെ, ഒരു ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം കാര്യങ്ങളൊന്നും. 86,000 അല്ലേ പറഞ്ഞ കിലോമീറ്റർ? 86,000. അതെ, 86,000 സർവീസും എല്ലാം ഉള്ള. CBU അന്നത്തെ CBU ആണ്, ഇമ്പോർട്ടൻറ്റ് വെഹിക്കിളാണ്. അതെ, അന്നത്തെ സമയത്ത് CBU വന്നിട്ടുള്ള ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇതിലൊരു 28 ആ ലെവലൊക്കെ ലോൺ കയറാൻ ചാൻസ്? 25 ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 25 വരെ, 26 റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വേറെ ഏതൊക്കെ വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ? നമ്മളതിൽ സി ക്ലാസ് ഉണ്ട്. ഓൾഡ് ഷേപ്പ് സി ക്ലാസ് വരുന്നുണ്ട്. A4 വരുന്നുണ്ട്. കുറച്ച് മോഡൽ കുറച്ച് പിറകോട്ടുള്ള ഓപ്ഷനാണ്. ലോൺ ഫെസിലിറ്റി നോക്കുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ അത് ലോൺ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എത്രയാ? ഒരു 12 2014 ഒക്കെ ആയിട്ടുള്ള മോഡലാണ്. ഓക്കെ, ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ A4 അങ്ങനത്തെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. ചെറുതിലിപ്പോൾ ഏതാണ്? താറ് അങ്ങനത്തെ ഏതെങ്കിലും ഉണ്ടോ? താറ് വന്നിട്ടില്ല. ഈ ഒരു പ്രാവശ്യം നമുക്ക് താറ് വന്നിട്ടില്ല. നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ താറ് കൊണ്ടുവരുന്നതാണ്. പക്ഷേ നമുക്ക് പ്രാവശ്യത്തേക്ക് താറ് അവൈലബിൾ. അതായത് ചോദിച്ചത് എടുത്ത് വെച്ചത്. അതെ, അതെ, അതെ. ഓക്കെ, എന്തായാലും തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിൽ ഇവിടെ ഉണ്ട്.
ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക്. കാസ്റ്റോർ ഇരിങ്ങാടപ്പള്ളി, കോഴിക്കോട് ജില്ലയിൽ ഇരിങ്ങാടപ്പള്ളി, വയനാട് റോഡിൽ ഇരിങ്ങാടപ്പള്ളി സിഗ്നൽ കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഷോറൂം ലൊക്കേഷൻ. ഓക്കെ, അതുപോലെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെ, അതുകൂടെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.